സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മുടെ യുദ്ധകാര്യ നിരീക്ഷകൻ ബി ദിലീപ് കുമാർ കൂടി ചേരുന്നു. ദിലീപ്, നമുക്ക് ലേറ്റസ്റ്റ് വിവരങ്ങൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ ജമ്മു മുഴുവൻ ഇരുട്ടിലായി കഴിഞ്ഞു. എല്ലാവിധമായ ജാഗ്രതകളും ഇന്ത്യൻ സൈന്യം പാലിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? SKN വലിയ ജാഗ്രതയിൽ തന്നെയാണ് ഇന്ത്യൻ സൈന്യം. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം, പ്രത്യേകിച്ച് ജമ്മുവിലെ വിമാനത്താവളവും അതിൻ്റെ പരിസര പ്രദേശങ്ങളും അവിടുത്തെ സൈനിക താവളവും ഒക്കെ ലക്ഷ്യമിട്ടാണ് ഈ നീക്കം നടത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു ഡ്രോൺ ഇവിടെ ജമ്മു വിമാനത്താവളത്തിൽ ഇറങ്ങിയതായി ഇപ്പോൾ വിവരം ലഭിക്കുന്നുണ്ട്. അതേസമയം അവരുടെ മിസൈലുകളെ, പാകിസ്ഥാന്റെ 8 മിസൈലുകളെയാണ് ഇന്ത്യയുടെ S-400 എന്ന സുദർശന ചക്രം ഉപയോഗിച്ച് തകർത്തിരിക്കുന്നത്. കൂടാതെ അവരുടെ വ്യോമ നിരീക്ഷണ സംവിധാനങ്ങൾ, നേരത്തെ ലാഹോറിലെ വ്യോമ പ്രതിരോധ സംവിധാനം അവർ തകർത്തിരുന്നതാണ്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം പ്രധാനമായും S-400നെയാണ്. റഷ്യൻ നിർമ്മിത മിസൈൽ വേധ സംവിധാനമാണത്. അത് അതിർത്തിയിലുടനീളം ഇന്ത്യ വിന്യസിച്ചിട്ടുണ്ട്. 600 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഒരു വസ്തു വന്നാൽ, ഒരു ഫ്ലൈയിങ് ഒബ്ജക്റ്റ് വന്നാൽ, ആകാശത്തുകൂടി ഒരു വസ്തു വന്നാൽ അതിനെ കൃത്യമായി തിരിച്ചറിയുകയും അതിനെ ഉടൻ തന്നെ അതിൻ്റെ ലക്ഷ്യത്തിലെത്തും മുമ്പ് തന്നെ ആ ദൂരത്തിലേക്ക് എത്തി അതിനെ തകർക്കുന്നതാണ് S-400 എന്ന ഇന്ത്യയുടെ മിസൈൽ വേധ സംവിധാനം. ആ മിസൈൽ വേധ സംവിധാനമാണ് 8 മിസൈലുകൾ തകർത്തു, 2 ഡ്രോണുകൾ വീഴ്ത്തുകയും ചെയ്തു. ഒരു ഡ്രോൺ വീണത് ജമ്മു സർവകലാശാല പരിധിയിലാണ്, ജമ്മു സർവകലാശാല വളപ്പിലാണ് എന്ന വിവരവും ഇപ്പോൾ വരുന്നുണ്ട്. ജയ്സാൽമർ, രാജസ്ഥാനിലെ സ്ഥലമാണ് ജയ്സാൽമറിൽ സ്ഫോടന ശബ്ദം കേട്ടതായി അവിടെ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നു. പാകിസ്ഥാൻ നിരവധി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടുണ്ട്. അതിലേതായാലും ഇന്ത്യ അത്ഭുതപ്പെടുന്നില്ല. കാരണം ഇന്നലെ 15 സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു പാകിസ്ഥാൻ അർദ്ധരാത്രിയിൽ ഏതാണ്ട് 1 മണി കഴിഞ്ഞതിനു ശേഷം ആക്രമണം നടത്തിയത്. അതിനെയെല്ലാം നിർവീര്യമാക്കാനും നിഷ്ഫലമാക്കുന്നതിനും ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ പാകിസ്ഥാൻ ജമ്മുവിൽ നടത്തുന്ന ഈ ആക്രമണത്തിനും കനത്ത തിരിച്ചടി തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ നൽകിയിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ അറിവായി വരുന്നതേയുള്ളൂ. അവിടെ ജമ്മുവിൽ കരുതൽ നടപടി എന്ന നിലയിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട്. ജമ്മു മാത്രമല്ല, അതിർത്തി സംസ്ഥാനമായ രാജസ്ഥാനിലും വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. ജമ്മുവിൽ മൊബൈൽ ഉൾപ്പെടെ ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലെല്ലാം നിർത്തിവെച്ചിട്ടുണ്ട്. പഞ്ചാബിലെ ഗുരുദാസ്പൂർ ജില്ലയിലും കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാവിലെ 5 മണിവരെ ഗുരുദാസ്പൂരിൽ ഈ ബ്ലാക്ക് ഔട്ട് തുടരും. അമൃത്സറിൽ വിവാഹ ചടങ്ങുകൾ ഉൾപ്പെടെ ഒന്നിനും ഈ പടക്കം പൊട്ടിക്കുക എന്നത് നിരോധിച്ചിരിക്കുകയാണ്. ഈ നിലയിലുള്ള മുൻകരുതലുകളെല്ലാം ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം പാകിസ്ഥാന്റെ ഈ ആക്രമണത്തെ വീണ്ടും ശക്തമായി ചെറുത്തിരിക്കുകയാണ്. SKN. ഓക്കെ, ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ ഡൽഹിയിൽ നിന്നൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ജമ്മു സർവകലാശാലയ്ക്ക് സമീപം ഡ്രോണുകൾ വെടിവെച്ചിട്ടു. ജയ്സാൽമീറിലും സ്ഫോടനം നടന്നതായും റിപ്പോർട്ട് വരുന്നു. അമൃത്സറിലും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചതായി ബൽറാം നെടുങ്ങാടി അറിയിക്കുന്നു. അതുപോലെ വിനിത വിജയ് ഡൽഹിയിൽ നിന്ന് മറ്റൊരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. ഉദയംപൂരിലും ഡ്രോൺ ആക്രമണം നടന്നു. കുപ്വാരയിൽ ഷെല്ലാക്രമണം ഉണ്ടായി. രജൌരിയിലെ നിയന്ത്രണ രേഖയിൽ വെടിവെയ്പ്പ് നടക്കുന്നതായി അച്യുതനും റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നു. ശ്രീനാഥ്, ലേറ്റസ്റ്റ് ആയ അപ്ഡേറ്റ്സ് എന്താണ് ഇപ്പോൾ? SKN പ്രധാനമായും സൈനിക താവളങ്ങൾ, ഒപ്പം തന്നെ സർവകലാശാല അടക്കമുള്ള പ്രധാനപ്പെട്ട നിർമ്മിതികൾ, ഒപ്പം വിമാനത്താവളം, ഇങ്ങനെ പ്രത്യേകമായി തെരഞ്ഞെടുത്ത ഇടങ്ങളിലേക്ക് ഇപ്പോൾ പാകിസ്ഥാൻ ഒരു ആക്രമണം നടത്തി എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ മിസൈലുകൾക്കൊപ്പം തന്നെ ഡ്രോണുകൾ കൂട്ടത്തോടെ അയച്ചുകൊണ്ടൊരു ആക്രമണത്തിനാണ് പാകിസ്ഥാൻ ശ്രമിച്ചത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ അതിനെയൊക്കെ വെടിവെച്ച് ഇടുന്നുണ്ട്. പക്ഷേ ഒരു ഡ്രോൺ ഇപ്പോൾ ജമ്മു എയർപോർട്ടിൽ പതിച്ചു എന്ന് കാണുന്നുണ്ട്. അത് എന്തെങ്കിലും തരത്തിൽ നാശനഷ്ടം ഉണ്ടാക്കിയോ എന്ന കാര്യം വ്യക്തമല്ല. അതേസമയം അതിർത്തിയിലാവട്ടെ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നുണ്ട്. അതിപ്പോൾ കാര്യമായി തന്നെ വലിയ വെടിവെപ്പ് ജമ്മു കാശ്മീരിലെ LOC ലൈൻ ഓഫ് കൺട്രോളിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. പാകിസ്ഥാൻ ആ മേഖലയിലേക്ക് കൂടുതൽ അവരുടെ സേനയെ എത്തിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഫൈറ്റർ ജെറ്റുകൾ തയ്യാറായി നിൽക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ജമ്മുവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഫൈറ്റർ ജെറ്റുകൾ തയ്യാറാക്കി നിൽക്കുന്നു, നിർദ്ദേശങ്ങൾക്കായി നിൽക്കുന്നു എന്നതാണ്. ഒരുപക്ഷെ ഒരു വ്യോമാക്രമണം പാകിസ്ഥാന് നേരെ അതിർത്തിയിൽ നിന്ന് തന്നെ നേർക്കുന്ന ഒരു പോരാട്ടത്തിലേക്ക് പോലും ഈ സമയം കടന്നുപോയാൽ അത്ഭുതപ്പെടേണ്ടി വരില്ല. കാരണം ആ തരത്തിലുള്ള ഒരു പ്രകോപനമാണ് പാകിസ്ഥാൻ ഇപ്പോൾ നടത്തുന്നത്. അതിർത്തി മേഖല കടന്നുകൊണ്ട് ഇന്ത്യക്കകത്തേക്ക് കയറി ജമ്മുവിൽ ആക്രമണം നടത്താനാണ് ഇത്തരം ആളില്ലാത്ത വാഹനങ്ങൾ അയച്ചുകൊണ്ട്, ഡ്രോണുകളും മിസൈലുകളും അയച്ചുകൊണ്ടുള്ള ഒരു ആക്രമണത്തിന് പാകിസ്ഥാൻ മുതിരുമ്പോൾ തക്കതായ മറുപടി കൊടുക്കാൻ വേണ്ടി ഇന്ത്യയും തുനിയുന്നു. മാത്രമല്ല, ഈ ജമ്മുവിൽ മാത്രം ഒതുങ്ങുന്നില്ല, പഞ്ചാബിലേക്കും രാജസ്ഥാനിലേക്കും ഇവരുടെ ആക്രമണം വ്യാപിപ്പിക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് രാജസ്ഥാനിലെ ജയ്സാൽമീറിലും ഒപ്പം പത്താൻകോട്ടിലും ഒക്കെ തന്നെ അത്തരം
ഡ്രോണുകൾ എത്തുകയും അതിനെ നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മളിപ്പോൾ കടന്നു പോകുന്നത്.